ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ മഴയൊക്കെ പെയ്തിട്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മഴയും തണുപ്പും കാറ്റും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോയി. പിന്നെ ഒരു 1.5 ആഴ്ചയായിട്ട് ഞങ്ങളുടെ വീഡിയോസൊന്നും ഇല്ലായിരുന്നു. പനിയായിപ്പോയി. ഒരാളുടെ പനി മാറുമ്പോൾ അടുത്തയാളുടെ പനി, അടുത്തയാളുടെ പനി മാറുമ്പോൾ അടുത്തയാൾക്ക് പനി, അങ്ങനെ പനിയും ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് പോയത് കാരണം വീഡിയോസ് ഒന്നും പിടിക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. തലവേദനയൊക്കെ ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പനിയോ ചുമയോ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി തന്നെ മരുന്ന് വാങ്ങിക്കണം. വീട്ടിലൊന്നും പാരാസെറ്റമോളും കഴിച്ചൊന്നും ഇരിക്കരുത്. കാരണം ഇപ്പോഴത്തെ പനിക്ക് അങ്ങനെയാണ്. പിന്നെ ഇന്ന് ഞങ്ങളൊരു വേപ്പിലക്കട്ടിയുടെ വീഡിയോ ഇടുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ പിടിച്ചു വെച്ചതാണ്. സുഖമില്ലാത്തത് കൊണ്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് പഴയതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ. ഇനി നമുക്ക് വേപ്പിലക്കട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുനാരകത്തിൻ്റെ ഇല, കറിനാരകത്തിൻ്റെ ഇല, കറിവേപ്പില ഇത്രയും സാധനമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ നാരകത്തിൻ്റെ ഇലയുടെ എല്ലാം നടുക്കൂടെ ഒരു നാരുണ്ട്. ആ നാര് നമുക്കങ്ങ് മാറ്റിക്കളയണം. ഇതുപോലെ അങ്ങ് പിച്ചി കളഞ്ഞാൽ മതി രണ്ട് സൈഡും. എന്നിട്ട് ആ നാര് ഇതുപോലെ അങ്ങ് വലിച്ചാൽ മതി. അപ്പോൾ ഈ നാരിങ്ങ് പോരും. കണ്ടോ? ഇതുപോലെ ഓരോ ഇല എടുത്തിട്ട് ഇങ്ങനെ പിച്ചി എടുക്കണം. കണ്ടോ? വലിയ നാരകത്തിൻ്റെ ഇലയെന്ന് വെച്ചാൽ നമ്മൾ കറിനാരങ്ങയില്ലേ, നമ്മൾ നാരങ്ങ അച്ചാറിടുന്ന കറിനാരങ്ങ അതിൻ്റെ ഇലയാണേ. ഇതുപോലെ പിച്ചിയെടുക്കുക. കണ്ടോ? ചെറുനാരകത്തിൻ്റെ ഓരോ ഇല എടുത്തിട്ട് ഞാൻ അതെല്ലാം പിച്ചി ആ നാരെല്ലാം കളഞ്ഞെടുക്കുവാണേ. അതുപോലെ തന്നെ വലിയ നാരങ്ങയുടെ ഇലയും നമുക്ക് എടുത്തിട്ട് ആ നടുക്കൂടുള്ള ആ നാരങ്ങ കളയണം. വേണ്ട, ഇതുപോലെ അങ്ങ് പിച്ചി കളഞ്ഞാൽ മതി. പണ്ട് അമ്മൂമ്മ ഉണ്ടായിരുന്നപ്പോൾ വീട്ടിൽ അമ്മൂമ്മ മോര് കലക്കുമ്പോഴത്തേനും മത്തൊക്കെ വെച്ച് കലക്കുമല്ലോ പണ്ട്. അപ്പോൾ അതിനകത്ത് ഈ നാരകത്തിൻ്റെ ഇല ഇടുമായിരുന്നു. വലിയ നാരകത്തിൻ്റെ കറിനാരങ്ങയുടെ ഇല ഇടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ പച്ചമോര് കൂട്ടാനായിട്ട്. നല്ലൊരു മണമൊക്കെയാണ് നാരകത്തിൻ്റെ ഇലയുടെ. ഇനി അതെല്ലാം ഞാൻ എടുത്തു വെച്ചതിന് ശേഷം തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ മതി, ഒരുപാട് തേങ്ങയൊന്നും വേണ്ട. തേങ്ങ ചേർത്തില്ലെങ്കിലും ഇത് നല്ലതാണ് ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെ തന്നെയാണേലും ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമല്ലി, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പിന്നെ പൊട്ടുകടലയില്ലേ, പൊട്ടുകടല, വാളംപുളി, വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, കായപ്പൊടി, ഉപ്പ് ഇത്രയും സാധനമാണ് വേണ്ടത്. ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എരിവിൻ്റെ അനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ആ വറ്റൽമുളക് അതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ പച്ചമല്ലി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. ഈ വേപ്പിലക്കട്ടിക്ക് നല്ലൊരു മണവും ഒക്കെ ഉണ്ട് പച്ചമല്ലിയുടെ. പിന്നെ ഉഴുന്നിട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് പൊട്ടുകടലയും കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഈ ചമ്മന്തി ഒരു പൊടി പോലുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ അതിന് ഇത് നന്നായിട്ടൊന്ന് മൂത്തെങ്കിലേ അത് മിക്സിയുടെ ജാറിലിടുമ്പോഴത്തേനും ഇത് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇളക്കി കൊടുത്തിട്ട് ഇതെല്ലാം ഇവിടെ മൂത്തിട്ടുണ്ട്. കണ്ടോ? നന്നായിട്ട് മൂത്ത് ചുമന്ന് വന്നിട്ടുണ്ട്. ചുമന്ന് വന്നതിന് ശേഷം ഇനി നമുക്ക് അതിനകത്തേക്ക് ആ ചട്ടിയിൽ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇലയില്ലേ, ചെറുനാരകത്തിൻ്റെ ഇല, കറിനാരങ്ങയുടെ ഇല, കറിവേപ്പില ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചൊന്നും ഞാൻ എണ്ണയൊന്നും ഒഴിക്കരുത്, ചുമ്മാ ഇങ്ങനെ ഒന്ന് വറുത്താൽ മതി, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ചട്ടിയുടെ ചൂടിലിരുന്ന് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരും. നമ്മൾ കയ്യിലെടുക്കുമ്പം ആ ഇല ഇങ്ങനെ രണ്ടായിട്ട് ഒടിഞ്ഞു വരും. അതേ പരുവത്തിലാക്കിയിട്ട് ഞാനതും ഇവിടെ കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങ കൂടി ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് തേങ്ങ എടുക്കല്ലേ, ഒരു ശകലം തേങ്ങ മതി. തേങ്ങയും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതും ഇതുപോലെ കൈ എടുക്കാതെ ഒന്ന് വറുത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ട. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ സിമ്മാക്കി വെച്ചിട്ട് വേണം അത് വറുത്തെടുക്കാനായിട്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയില്ലേ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് അതൊന്ന് ചുമന്ന ഒരു കളറായി വരുമ്പം നമുക്ക് തേങ്ങ കോരിയെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് വാളംപുളിയും പിന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. കായപ്പൊടി ഇല്ലെങ്കിൽ കായത്തിൻ്റെ കട്ടയില്ലേ അതാണെങ്കിലും ഇട്ട് വറുത്ത് കോരിയെടുത്താൽ മതി. അതെല്ലാം കൂടെ ഞാൻ മൂപ്പിച്ച് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
നല്ലതുപോലെ തണുത്തതിന് ശേഷം ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാർ എടുക്കണം. നനഞ്ഞൊന്നും എടുക്കരുത് കേട്ടോ. ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാർ. ഈ ഇലയൊക്കെ ആണെങ്കിലും കഴുകി നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വറുത്തതേ. ഇതാ ഇനി നമുക്ക് അതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചു കൊണ്ടുവരണം. ഇതാ ഇതും കൂടി ഇട്ട് കൊടുത്ത് ബാക്കിയും കൂടി ഇട്ടിട്ട് നമുക്കതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ഒരുപാട് കൂടിപ്പോയാൽ ഇതാ പൊടിച്ച് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ലൊരു മണവും ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും ചെറുനാരങ്ങയുടെ ഇലയുടെയും കരുനാരങ്ങയുടെ ഇലയുടെ എല്ലാം കൂടെ നല്ലൊരു മണമൊക്കെയാണ് ഇതിന്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.